മാർച്ച് 1 ഏഴാം ആഴ്ചയിലെ ശനിയാഴ്ച. മാർക്കോസ് 10:13 മുതൽ 16 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ പലരും തങ്ങളുടെ കുട്ടികളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് കാണാം. അവൻ അവരെ തൊടേണ്ടതിന്. ജനങ്ങളും കുട്ടികളും തൻ്റെ അടുക്കൽ വരുന്നത് കണ്ട് യേശു സന്തോഷിച്ചു. യേശു എപ്പോഴും ആളുകളോടൊപ്പം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ ഇഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ശിഷ്യന്മാർ യേശുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവനെ സമീപിച്ച ആളുകളെ ശാസിച്ചു. ശിഷ്യന്മാർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു അവരെ ശക്തമായി ശാസിച്ചു. അവൻ അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. മുതിർന്നവരായ നമുക്ക് കുട്ടികൾ മികച്ച മാതൃകളാകാൻ സാധിക്കും. കുട്ടികൾ സാധാരണയായി അവർ ആരാണെന്ന് ശരിയായിട്ട് ജീവിക്കുന്നു. അവരുടെ ചിന്തകളോ വികാരങ്ങളോ അവർ മറച്ചു വയ്ക്കാൻ പഠിച്ചിട്ടില്ല. പല തരത്തിൽ തങ്ങളുടെ വികാരങ്ങളും ചിന്തകളും അവർ പ്രകടിപ്പിക്കുന്നു. അവയിൽ ചിലത് ഉചിതമായിരിക്കാം, മറ്റു ചിലത് അനുചിതമായി തോന്നാം. നമ്മൾ മുതിർന്നവരാണെങ്കിലും ചിലപ്പോഴൊക്കെ ബാലിശമായി പെരുമാറുണ്ടെന്നുള്ളത് ഒരു സത്യമല്ലേ? കുട്ടികളുടെ ഒരു പ്രത്യേക കഴിവ് അവർ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു എന്നതാണ്. അവർ ജീവിതം ആസ്വദിക്കുന്നു. സന്തോഷിക്കുവാനും ചിരിക്കുവാനും ജീവിതത്തിലെ ലളിതമായ സമ്മാനങ്ങൾക്ക് നന്ദി പറയാനും അവർക്ക് വലിയ കഴിവുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന കുട്ടികളെയോ അല്ലെങ്കിൽ പള്ളിയിൽ കണ്ടുമുട്ടുന്ന കുഞ്ഞുങ്ങളെയോ അയൽപ്പക്കത്തെ കുഞ്ഞുങ്ങളെയോ ആസ്വദിക്കൂ. നിങ്ങളുടെ ആന്തരിക ശിശുവിന് ദൈവത്തിന് നന്ദി പറയുക. ചിലപ്പോൾ വിഡ്ഢികളായും ഗൗരവമുള്ളവരായും സഹായകരായും കളിയാക്കുന്നവരുമായിരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വ്യക്തികളാണ് കുഞ്ഞുങ്ങൾ. ജീവിതത്തിലെ ലളിതമായ ദാനങ്ങൾ ആസ്വദിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുക. പലപ്പോഴും നമ്മൾ ശിഷ്യന്മാരെ പോലെയാണ്. കർത്താവിനെ അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് നമ്മളൊരു തടസ്സമായി തീരുന്നു. പള്ളിയുടെ ഉള്ളിൽ കുട്ടികളുണ്ടാക്കുന്ന ബഹളമോ കുഴപ്പമോ ഒക്കെ ഒഴിവാക്കാനായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഉദ്ദേശം. പക്ഷെ ഫലത്തിൽ സഭാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നാം അവരെ തടയുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ മാത്രമല്ല, വളരെ സാധാരണക്കാരായ ആളുകളെയും പുറത്താക്കുവാൻ നമ്മളുടെ മനോഭാവം ചിലപ്പോൾ സാധിക്കും. അതിന് പകരം അവരെ ദൈവരാജ്യത്തിലേക്ക് ആനയിക്കണം. ചെറുപ്പത്തിൽ തന്നെ യേശുവിൻ്റെ മൂല്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് നല്ലതാണ്. അവർ പോകേണ്ട വഴി നമുക്കവരെ പരിശീലിപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ പ്രായമാകുമ്പോൾ അവർ അതിൽ നിന്ന് അകന്നു പോകില്ല. മുതിർന്നവരെക്കാൾ പഠിപ്പിക്കാൻ എളുപ്പം ഈ കുഞ്ഞുങ്ങളെയാണ്. യേശു പറയുന്നത് പോലെ ദൈവരാജ്യം അവർക്കുള്ളതാണല്ലോ. അതുകൊണ്ട് നമുക്ക് അവരെ പോലെ ആകാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.